ജാസ്തി ഗിഫ്റ്റിനോട് വേടനെ കുറിച്ചിട്ടൊരു അഭിപ്രായം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ തയ്യാറല്ല, താല്പര്യമില്ല എങ്കിൽ അതിനെ ഈ രീതിയിൽ അവഗണിക്കുകയല്ല വേണം. ഇപ്പൊ വേടന്റെയൊക്കെ മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ആക്കിയതാണോ? 6 മണിക്കാ മഞ്ജു, 6 മണിക്കാണ് കാരണം. കുഴപ്പമില്ല. എടോ, എന്നിട്ട് താൻ മാത്രമല്ലേ ചിരിച്ചുള്ളൂ. ഇതാ ഫലിതം. ഫലിതം സ്വയം രസിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ രസിപ്പിക്കാനുള്ളതാ. ഇതൊക്കെ വളരെ വളരെ വഷളത്തരമാണ് എന്ന് ഊളത്തരമാണ് എന്ന് തന്നെ മുഖത്ത് നോക്കി തന്നെ പറയേണ്ട ഒരു ലക്ഷക്കണക്കിന് പിൻബലമുള്ള പിന്തുണയുള്ള വേടൻ എന്ന് പറയുന്ന കലാകാരനെ പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയിന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ കളിയാക്കണേ? പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ പാട്ടുകളൊക്കെ അടിപൊളിയായിരിക്കാം, എന്നിരുന്നാൽ പോലും വേടന്റെ ആ വരികളുടെ മുന്നിൽ, അയാൾ പറയുന്ന രാഷ്ട്രീയത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. ലജ്ജാവതി എന്ന പാട്ടിലൂടെ നിങ്ങൾ കോളിലൊക്കെ സൃഷ്ടിച്ച് മലയാളക്കരയെ പിടിച്ചു കുലുക്കി ഒക്കെ ശരിയാ. പക്ഷെ നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് മറ്റുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. എന്റെ വളർച്ച ഗാനമേളകളിലൂടെ വളരെ പെട്ടെന്നായിരുന്നു. അപ്പം ഞാൻ 25,000 1 ലക്ഷം വരെ വാങ്ങിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത്രയൊക്കെ നീ വാങ്ങിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നു, പഠിച്ച് തഴമ്പിച്ച് മുട്ടിൽ തഴമ്പ് വന്ന് അവർക്ക് പക്ഷേ 10,000 രൂപ 7,000 രൂപ കിട്ടുന്നുള്ളൂ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. താങ്കളുടെ ഈ വിജയത്തിൽ താങ്കൾക്ക് കൈവന്ന എല്ലാ ഐശ്വര്യത്തിലും ഈ കൂട്ടുകാരുടെ സംഘത്തിനുള്ള സംഭാവന എത്രത്തോളമാണ്? ഒരുപാടാണ്. ഇപ്പം ഞാൻ അവരോട് നന്ദി പറയാണ്. എൻ്റെ കൂട്ടുകാർ എന്നെ തിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഞാനത് പറയില്ല. എനിക്ക് ഈ വേടൻ എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന്. രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാ ഒന്നും വിചാരിക്കല്ലേ. കാരണം സിനിമ എന്ന് പറയുന്നത് സ്ഥായിയായ വിരോധം കൊണ്ടു നടക്കാനുള്ള ഒരു സ്ഥാപനമല്ല. സിനിമ എന്ന് പറയുന്നത് തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാരവെപ്പും രാഷ്ട്രീയത്തിലുള്ള പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളേ ഉള്ളൂ. അങ്ങനെ സ്ഥായിയായിട്ട് ആരെങ്കിലും വെക്കുന്നെങ്കിൽ പുള്ളി അത് സിനിമാക്കാരനല്ല. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ, അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് ബോറടിച്ചു. പിന്നെ എന്തുകൊണ്ട് അവർക്ക് മറ്റൊരാളെക്കുറിച്ച്, അവരുടെ സംഘത്തിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് ഇപ്പോൾ മോശം പറയണം? എനിക്കതറിഞ്ഞൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരാൾ ഉയരുന്നതിൽ ചിലപ്പം ഓരോ വ്യക്തികൾക്ക് തോന്നുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. സംഗീത ചക്രവർത്തി, അതുല്യനായ കലാകാരൻ, കുറെ കേട്ടതാ. പക്ഷെ അതൊക്കെ എന്താ പറയുന്ന, ഒരു മേശയുടെ ചുറ്റും കൂടി ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ മാറുന്നതേ ഉള്ളൂ. അതാണ് ശ്രീകുമാറെ. കാരണം ആ ചെക്കന് വേടൻ എന്ന് പറയുന്ന പയ്യന് ഉയർന്നു വരുന്നതിലുള്ള അസൂയ, അത് മാത്രമാണ് താങ്കളുടെ ഈ വാക്കുകളിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്.